ബിഗ് ബോസ് വന്നത് മുതൽ തന്നെ പ്രഡിഷൻ ലിസ്റ്റിൽ രേണുസുധിയുടെ പേരുണ്ട്. ഇപ്പോൾ അത് ശരിവെക്കും വിധം മലയാളം ബിഗ് ബോസ് സീസൺ 7-ൽ രേണുസുധി എത്തിയിരിക്കുകയാണ്. സമീപകാലത്ത് ഏറ്റവും ശ്രദ്ധയാകർച്ച സോഷ്യൽ മീഡിയ താരം കൂടിയാണ് രേണുസുധി. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ എത്തിയതോടുകൂടി വീട് അക്ഷരാർത്ഥത്തിൽ ഒരു മത്സരക്കളമായി മാറാൻ ചാൻസ്. അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ എന്ന നിലയ്ക്കാണ് ആദ്യം തന്നെ രേണുസുധിനെ പരിചയപ്പെടുന്നത്. എന്നാൽ ഇന്ന് സ്വന്തമായ മേൽവിലാസത്തോടുകൂടിയാണ് രേണുസുധി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത്. സോഷ്യൽ മീഡിയയിൽ സമീപകാലത്ത് ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള ആളുകൂടിയാണ് രേണുസുധി. അഭിനയ രംഗത്തും വളരെ സജീവമാണ് താരം. സുധിയുടെ മരണശേഷം അഭിനയവും മോഡലിംഗുമൊക്കെയായി മുന്നോട്ട് പോകുന്നതിൻ്റെ പേരിൽ പലപ്പോഴും രേണുവിന് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ബോഡി ഷെയ്മിംഗ് അടക്കം നേരിടുന്ന രേണു പക്ഷേ ഇവയോടൊന്നും ആദ്യമൊന്നും പ്രതികരിച്ചിരുന്നില്ല. എന്നാലിപ്പോൾ തക്ക മറുപടി രേണു നൽകാറുണ്ട്. ഇതിൻ്റെ പേരിലും വലിയ രീതിയിൽ ട്രോളുകളും രേണുവിന് നേടേണ്ടി വന്നിട്ടുള്ളതാണ്. ചാന്തപൊട്ടിലെ ഒരു ഗാനത്തിൽ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റീൽ ചെയ്തതിനും രേണുസുധി വിമർശിക്കപ്പെട്ടതാണ്. ഇതെല്ലാം ഒരു വഴിക്ക് നടക്കുമ്പോഴും ഗായികയായി അരങ്ങേറാൻ ഒരുങ്ങുകയാണ് രേണുസുധി. അവൻ അഭയകുമാർ എന്ന സിനിമയിലാണ് രേണുസുധി പാടിയത്. നേരത്തെ തന്നെ യൂട്യൂബ് ചാനൽ പങ്കുവച്ച ആദ്യ വീഡിയോയിൽ രേണുസുധി ഒരു പാട്ട് പാടിയിരുന്നു. ഇത് വലിയ ശ്രദ്ധ ആകർഷിച്ചതാണ്. രേണുസുധി അഭിനയിച്ച ഒരു സിനിമയും അടുത്തിടെ യൂട്യൂബിൽ റിലീസാവുകയും ചെയ്തു. വേരെന്നാണ് ചിത്രത്തിൻ്റെ പേര്. നേരത്തെ ജീവിതത്തിലെ ആദ്യ അവാർഡും രേണുസുധി സ്വന്തമാക്കിയിരുന്നു. ബിഗ് ബോസിലൂടെ നമുക്കിനി രേണുസുധിയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.